രാവിലെ 6 മണി കഴിഞ്ഞേ. അപ്പോൾ നമ്മുടെ ടിഫിൻ ബോക്സിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഞാൻ കടായി വെച്ചു, എണ്ണ ഒഴിച്ചു, ജീരകം പൊട്ടിച്ചു, സവാള ഒന്ന് വഴറ്റിയെടുക്കുക. വേറെ ഒന്നിനുമല്ല, സിമ്പിളായിട്ടൊരു പാസ്തയാണ് ഇന്ന് അങ്കുവിൻ്റെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പോകുന്നത്. അപ്പോൾ സവാള ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഒരു തക്കാളി അത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പാസ്ത ഞാൻ തലേദിവസം രാത്രിയിൽ വേവിച്ചു. ഉപ്പും വെള്ളത്തിൽ കുറച്ച് എണ്ണയും ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് പാസ്ത ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് ഊറ്റി വെച്ചിരുന്നതാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തലേദിവസം ഞാൻ കാണിച്ചത്. അപ്പം അത് ഞാൻ ഇതിനകത്തങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് മുന്നേ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ. പാസ്ത ഞാൻ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ചട്നി ഉണ്ടല്ലോ, ഷെസ്വാൻ ചട്നി, അത് കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുന്നു. പിന്നെ ഞാനൊരു പാസ്തയുടെ മിക്സ് എൻ്റെ ഇരിക്കുന്നത് അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പാസ്തയുടെ ഫ്ലേവർ വരും. നമ്മുടെ കോണ്ടിനെൻ്റൽ പാസ്തയുടെ ഹേർബ് ഉണ്ടല്ലോ, അതാണ്. പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഞാനൊന്ന് കുറച്ച് കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിലാണ്ട് മുളക് പൊടി ചേർത്തല്ലോ. സിമ്പിളായിട്ട് ഇതേ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനിയൊന്നുമില്ല, ഞാൻ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ ദിവസവും ചപ്പാത്തിയും ദോശയും അതും ഇതും ഒക്കെ അല്ലേ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇത് നമ്മുടെ സൂചിയുടെ പാസ്ത കേട്ടോ, വേറെ അൺഹെൽത്തി സംഭവമൊന്നുമല്ല. പിന്നെ ചീസ് കുറച്ച് അൺഹെൽത്തി ആണെങ്കിലും അങ്കുവിൻ്റെ ഫേവറേറ്റ് ആട്ടോ ചീസ്. അവന് ചൂടോടുകൂടി മുകളിൽ ഒരു സ്ലൈസ് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് അലിഞ്ഞ് കഴിക്കാറാകുമ്പോൾ അവന് ഇഷ്ടമുള്ളൊരു ഫ്ലേവറിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചിരുന്ന മഫിൻ ടൈപ്പ് കപ്പ് കേക്ക് ആട്ടോ. മോൾഡ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കയ്യിൽ, ഞാനൊരു വ്ളോഗിൽ കാണിച്ചില്ല ഞാനത് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ, അതായത് അതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ദിവസം ഇട്ട് തരാം. എന്നിട്ട് ഇതേ അവൻ്റെ ടിഫിൻ ബോക്സ് പാക്ക് ചെയ്തു. അങ്ങനെ അങ്കു പോയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണത്തെ പോലെ തന്നെ തുടങ്ങണം. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അങ്കു സ്കൂളിൽ പോയി, രാക്കേ ഓഫീസിൽ പോയി. രാവിലത്തെ ആ ഒരു വലിയ തിരക്ക് കഴിഞ്ഞു. ഇനി മെല്ലെ മെല്ലെ നമ്മുടെ ബാക്കി ലഞ്ചും ഡിന്നറിനെ കുറിച്ചുള്ള ചിന്തകളും ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഇവിടെ നല്ല ചൂടാട്ടോ. മഴയും കാര്യങ്ങളൊക്കെ ഒരു സൈഡായിട്ട് നിന്ന്, ഇനി പെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല വെയിലാണ്, നല്ല ചൂടുമാണ്. അപ്പം നമ്മുടെ ലഞ്ച് ഇന്ന് എന്താ വെച്ചാൽ റെഡ് ലോബി ഉണ്ട്. നമ്മുടെ നാട്ടിലെ വെള്ളപ്പയറെന്ന് ചില സ്ഥലങ്ങളിൽ പറയും, ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ വൻപയർ, പെരുമ്പയർ എന്നൊക്കെ പറയും. അതാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അങ്കുനെ സ്കൂളിൽ വിട്ടതിന് ശേഷം. അതൊന്ന് കുതിർന്ന് വന്നപ്പോൾ നന്നായിട്ട് കഴുകി അതിലേക്ക് ഒരു പച്ചക്ക, ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്ക ഇരിപ്പുണ്ടായിരുന്നു, അത് പടലായിട്ട് രാക്കി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ഓരോന്നേരമായിട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരിപ്പും പയറും ഒക്കെ ഇട്ട് ഉടച്ചേറിയ പോലെ വെക്കാമല്ലോ. അപ്പോൾ അതും കൂടി ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അരപ്പും റെഡിയാക്കി വെച്ച്. അപ്പോൾ അത് വെന്ത് വന്നപ്പോൾ ആവിയൊക്കെ മാറി ഒഴിച്ചു കൊടുക്കാം. സൈഡിൽ നമ്മുടെ ചോറും തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ വെന്തടനെ നമ്മുടെ കൂട്ടിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വറുത്തിട്ടാൽ മതി. സിമ്പിളായിട്ടൊരു എരിശ്ശേരി ഇട്ടോ, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. ഞങ്ങളുടെ സൈഡിലോട്ടാട്ടോ തേങ്ങയ്ക്ക് ശരിക്കും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള അരപ്പ്. രാക്കയുടെ പാലക്കാടൻ സ്റ്റൈലിലൊക്കെ ആണെങ്കിൽ അവർ തേങ്ങയും ജീരകവും മാത്രം വൈറ്റ് കളറിലിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അരച്ച് ഒഴിച്ച് കറി ഉണ്ടാക്കി. ചോറൂറ്റി വെച്ചു. ഓംലെറ്റാണ് നമ്മുടെ സൈഡ് ഡിഷ്. പിന്നെ നാട്ടിലെ പപ്പടം ബാക്കി ഇരുന്നത് മൊത്തത്തിൽ അങ്ങ് വറുത്ത് വെച്ചു കേട്ടോ, കാച്ചി വെച്ചു. അങ്ങനെ ഇതാണ് നമ്മുടെ സിമ്പിൾ ലഞ്ച്. അപ്പോൾ കഴിക്കാറായപ്പോൾ അതേ കുറച്ചും കൂടി ഇരുന്ന് കുറുകിയുണ്ടോ, നന്നായിട്ടില്ലേ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ആദ്യം കുറച്ച് മാറ്റിയിട്ട് രാക്കിക്ക് ബൗളിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. രാക്കിക്ക് ഇഷ്ടമാട്ടോ ഈ കറി, പ്രത്യേകിച്ച് ഈ വെള്ളപ്പയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുറത്ത് നോക്കിയേ എന്തോ ഒരു വെയിലല്ലേ, എത്രയോ മഴ പെയ്ത് ആ മഴയൊക്കെ സൈഡ് ലൈനാക്കിയാണ് ഇപ്പോൾ വെയിൽ. നല്ല ചൂടും, അകത്തൊക്കെ ഇരിക്കുമ്പോൾ നല്ല ചൂടാണ്. പുറത്ത് പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, മേഘവും കാര്യങ്ങളും. കുറേ നാളായിട്ട് മഴ ആയതുകൊണ്ട് ഈ ഒരു കാലാവസ്ഥ വളരെ കുറവായിരുന്നു. സാധാരണഗതിയിൽ ഒരുപാട് ചൂടുള്ളൊരു ഏരിയ ആണിത്. ഇപ്രാവശ്യം ചൂട് ഭയങ്കര കുറവായിരുന്നു. ചൂട് ഭയങ്കര കുറവെന്ന് വെച്ചാൽ താരതമ്യേന ഈ വർഷം എനിക്ക് കുറവായിട്ടാണ് തോന്നിയത്. എനിക്കറിയത്തില്ല കേട്ടോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എന്തോ കുറേ മഴയൊക്കെ കിട്ടിയോണ്ടായിരിക്കും. നമ്മുടെ ജെയ്ഡ് പ്ലാന്റ് പുറത്ത് വെച്ചേക്കുക. പിന്നെ അപ്പുറത്തെ ദീദി ഇവിടെ ഇല്ല കേട്ടോ. അവർ മാസത്തിൽ 10 ദിവസമൊക്കെ നോർമലി ഇവിടെ കാണാറുള്ളൂ. അവരുടെ വീട് ഗുജറാത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, മോൻ കല്യാണമൊക്കെ കഴിച്ച് ഈ രക്ഷാബന്ധൻ സമയത്തിന് മുന്നേ പോയതാണ്, തിരിച്ച് വന്നിട്ടില്ല. നമ്മുടെ മെയ്ഡ് ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. കാരണം പുള്ളിക്കാരി ഈ പ്രസവിച്ച് കിടക്കുന്ന അമ്മേനെയും കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോയി. നമ്മുടെ നാട്ടിൽ തടവിയൊക്കെ കൊടുക്കത്തില്ലേ, അതുപോലെ തടവലും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് നല്ല വശമാണ്.
അപ്പോൾ അതിന് വേണ്ടി പോയോണ്ട് ഇന്ന് കുറച്ച് ലേറ്റായി വരാം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 ദിവസം അങ്ങാണ്ട് അവിടെ പോകണം. അപ്പം കുഞ്ഞിനെയും അമ്മേനെയും ഈ എണ്ണയൊക്കെ തെച്ച് കുളിപ്പിക്കുന്ന ഒരു അതല്ലേ. ഞാൻ ഒരു സാരമില്ല, കാരണം നമ്മൾക്ക് ഓരോ ടൈമിംഗ് ഉണ്ടാവും, അതിനനുസരിച്ചാണ് അവർ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ടൈമിംഗ് എന്ന് വെച്ചാൽ രാവിലെ 10-നും 12:30 ഇടയ്ക്ക്, ഉച്ചയ്ക്ക് 12:30 ഇടയ്ക്ക് വന്ന് ചെയ്യാനാണ് എൻ്റെ ടൈമിംഗ് ഞാൻ കൊടുത്തേക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് നോക്കിയിരുന്ന അവർ വന്ന് ചെയ്തിട്ട് പോകുമല്ലോ. ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവർ പറയും. ഇതപ്പോൾ നമ്മുടെ അങ്കുവിന് രാഖയുടെ ഫ്രണ്ടും ഫാമിലിയും വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാട്ടോ. അടിപൊളിയായിട്ടില്ലേ? കുറച്ച് വലിയ സൈസാണ്, ഇപ്പോഴത്തെ ഒരു സ്റ്റൈലാണല്ലോ അത്. അവൻ ഇട്ട് നോക്കി നല്ല ഭംഗിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ അകത്ത് ഈ കോളർ ഇല്ലാത്ത ടീഷർട്ട് പോലെയൊക്കെ ഉണ്ടല്ലോ, ബനിയൻ പോലെ, അതൊക്കെ ഇട്ടിട്ട് ഇടുമ്പോൾ നന്നായിട്ടിരിക്കും. അവന് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ ഇട്ട് കാണിക്കാം. ഇത് കണ്ടോ, ഹർഷ വന്നപ്പോൾ ഏത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ വെജിറ്റബിൾ ട്രേക്കകത്ത് വെച്ചിട്ട് ഞാൻ ശരിക്കും മറന്നുപോയി. അപ്പം ഞാൻ ഇന്നതെടുത്ത് പഴംപൊരി ആക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ഗോതമ്പ് മാവിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും അരിപ്പൊടിയും ഉപ്പും വെള്ളവും കൂടെ കലക്കിയിട്ട് കുറച്ച് ദോശമാവും കൂടെ ബാറ്റർ ആഡ് ചെയ്തു, കുറച്ച് കേട്ടോ, കാരണം നല്ല പഫി ആയിട്ട് വരും നമ്മുടെ പഴംപൊരി. അപ്പം നന്നായിട്ട് കോട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ച് കേട്ടോ അതിൽ. എന്നിട്ടാണ് ഞാൻ വെളിച്ചെണ്ണയിലാണ്, നമുക്കിപ്പോൾ വെളിച്ചെണ്ണ കുറേ ഉള്ളതുകൊണ്ട് ഫ്രൈ ചെയ്യുന്ന അതിനകത്ത് ആലോന്ന് വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് സത്യം പറഞ്ഞാൽ എണ്ണപ്പലഹാരം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും മുന്നിൽ വേണ്ടത് ക്ഷമയാണ്. നമ്മൾ ആവശ്യമില്ലാതെ കിടന്ന് ഇങ്ങനെ കിണ്ടാൻ പോയി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കൊളാവും. അപ്പം എന്നും പറഞ്ഞാൽ നമ്മൾ നോക്കാണ്ടേ ഇരിക്കരുത്, മെല്ലെ മെല്ലെ ഒന്ന് അനക്കി പെതിയെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏത്തക്കാപ്പം അല്ലെങ്കിൽ പഴംപൊരി മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത സെറ്റ് ഞാനിങ്ങനെ കുതിർത്തി ഇട്ടേക്കുക. 4 ഏത്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചത്. ഫസ്റ്റ് സെറ്റ് ഇറക്കി. ഗോതമ്പ് മാവും മഞ്ഞപ്പൊടിയൊക്കെ വേണ്ട കേട്ടോ ഈ കളറ്. മൈദമാവാണെങ്കിൽ വേറൊരു കളർ വന്നേനെ. എപ്പോഴും നമ്മുടെ ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ കുറച്ച്, ഒരുപാടൊന്നുമല്ല കേട്ടോ, ഒരു 1-2 ടീസ്പൂൺ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ കുറച്ച് പഫിയായിട്ട് കോട്ട് ചെയ്യാൻ, നമ്മുടെ ഏത്തക്കാപ്പത്തിൽ കോട്ട് ചെയ്യാൻ നല്ല ഒരു ടിപ്പാണത്, ഈ ഇഡ്ഡലി ദോശയുടെ മാവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സംഭവങ്ങൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ സെറ്റായിട്ട് ഞാൻ ഉണ്ടാക്കി മാറ്റുക കേട്ടോ. ഞാൻ ഒരെണ്ണം കാണിക്കാം. ഇനി നമ്മുടെ കിളി കാണിച്ചു തരാം കേട്ടോ. അതിനകത്ത് ഇരിപ്പുണ്ട് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കൊക്കിങ്ങനെ നീണ്ടിരിക്കുന്നത് കണ്ടോ? അതിനകത്ത് മുട്ടയും കാണും. ഞാൻ പിന്നെ ശല്യപ്പെടുത്താൻ പോയിട്ടില്ല, തുറന്നു നോക്കാനൊന്നും പോയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് അകത്ത് കാണാമായിരുന്നു. ഇപ്രാവശ്യം അത്ര വിസിബിൾ അല്ല. ഡിന്നറിന് നമുക്കിന്ന് മഞ്ഞക്കറിയും ചപ്പാത്തിയും. മഞ്ഞക്കറി എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ ആട്ടോ. എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് സംഭവം ഇത്. അമ്മ പറയും നീ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിൻ്റെ മഞ്ഞക്കറിയാണ്. സിമ്പിളാണ് സംഭവം. ഉരുളക്കിഴങ്ങും നമ്മുടെ സവാളയും പച്ചമുളകും കൂടെ മഞ്ഞപ്പൊടി ഉപ്പും കൂടെ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് വറുത്തിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് അങ്ങ് എടുത്താൽ മതി. ചപ്പാത്തിയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഈ സംഭവം. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ. രാഖയ്ക്കും അങ്കുനും ഒക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് നമ്മുടെ മഞ്ഞക്കറിയും ചപ്പാത്തിയും. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.